ചാപ്റ്റർ 12 ചരിത്രത്തിന്റെ ആധാരശിലകൾ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യമേറെയുള്ള തീരപ്രദേശമാണ് ഇത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വിഴിഞ്ഞം എന്ന് സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നു. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ്. സി. 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം. സി. 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് ശിലാലിഖിതങ്ങളിലും മറ്റും ചരിത്രരേഖകളിലും സൂചിപ്പിക്കുന്നു. ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതനായ ആയ് കുടുംബം ആയ്ക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദ്യോതനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിക്കുന്നു. വിജയപുരി എന്ന് പരാമർശിച്ചത് കുവലയമാലയിലാണ്. ജൈനമുനിയായിരുന്ന ഉദ്യോതനസൂരിയുടെ കൃതിയാണ് കുവലയമാല. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയന്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ കേന്ദ്രം കാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനത്തിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിന്റെ സൂചനകളാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതി-മത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രാദേശിക ചരിത്രക്കുറിപ്പ് വായിച്ചല്ലോ. ഏതെല്ലാം സ്രോതസ്സുകളെയാണ് ഉപയോഗപ്പെടുത്തിയാണ് ഈ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്? പുരാവസ്തു തെളിവുകൾ, ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ എന്നിവ. ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതിനാണ് ചരിത്രരചന എന്ന് പറയുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. ചരിത്രരചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രരചന. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ, വിജയനഗര രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും മുൻ അധ്യായങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ പ്രദേശത്തിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം. പ്രാദേശിക ചരിത്രം. ചരിത്രം വിശാലമായ പ്രദേശത്തിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിന്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണ് ഇത്. ചരിത്രം എഴുതപ്പെട്ട
രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. എന്നാൽ പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്ര രചനയുടെ ഭാഗമാകുന്നു. ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ പ്രാദേശിക ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു. ചരിത്ര സ്രോതസ്സുകൾ. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഈ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചനയുടെ സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സാണ്. പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുരാവസ്തുക്കൾ. ചരിത്ര സ്രോതസ്സുകളാണ് പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരകൃതികൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ. പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അവയിൽ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളാണ് ശിലാസ്മാരകങ്ങൾ, ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ. ശിലാസ്മാരകങ്ങൾ. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാവും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. താഴത്ത് നിന്ന പിക്ചർ നോക്കൂ. കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. നന്നങ്ങാടികൾ. മഹാശിലാകാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണിവ. അടുത്ത ഗുഹകൾ. കേരളത്തിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൽ. വയനാട്ടിലെ ഇടയ്ക്കൽ, ഇടുക്കി ജില്ലയിലെ മറയൂർ, തിരുവനന്തപുരത്തെ ആങ്കോട്, തെന്മല, കോട്ടുക്കൽ, കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ്. എവിടേക്കാണ് കേരളത്തിൽ ചരിത്രാതീതമായ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഗുഹകൾ എവിടേക്കാണ്? ഇടയ്ക്കൽ, വയനാട്ടിൽ ഇടയ്ക്കൽ, മറയൂർ ഇടുക്കി, ആങ്കോട് തിരുവനന്തപുരം, തെന്മല, കൊട്ടുങ്കൽ, കൊല്ലം എന്നിവിടങ്ങളിലെ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഈ ഇടയ്ക്കൽ ഗുഹ പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് ഇടയ്ക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഇടയ്ക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. പുരാലിഖിതങ്ങൾ. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിയതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ലോഹത്തകിടുകളിൽ, ശിലകളിൽ, ഓലകളിലൊക്കെ പുരാലിഖിതങ്ങൾ എഴുതിയിട്ടുണ്ട്. ലിഖിത പഠനം. എപ്പിഗ്രാഫി എന്ന് വെച്ചാൽ ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിൽ എഴുതിയ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം എന്ന് പറയുന്നത്. ഇത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അത് ശിലയിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. തരിസാപ്പള്ളി ലിഖിതം കൊല്ലം, ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ എന്നിവ കേരളത്തിലെ
പ്രധാന ലിഖിതങ്ങളാണ്. പാലിയൻ ശാസനം ആലപ്പുഴ, തരിസാപ്പള്ളി ലിഖിതം കൊല്ലം, ജൂതശാസനം മട്ടാഞ്ചേരി എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. കേരളത്തിലെ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് എന്ന വകുപ്പാണ് നിർവഹിക്കുന്നത്. അടുത്ത കോട്ടകളും കൊട്ടാരങ്ങളും. രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരങ്ങൾ നൽകുന്നു. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ്. കോട്ടകളെപ്പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങൾ. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറയ്ക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം. ഇനി ബേക്കൽ കോട്ട. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിലാണ് ബേക്കൽ കോട്ട ഉള്ളത്. 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ബേക്കൽ കോട്ടയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ എന്നിവയുണ്ട്. അടുത്തത് വരുന്ന നാണയങ്ങളാണ്. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് നാണയശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് എന്നിവയായിരുന്നു പേര്. വിവിധ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും? നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം, നാണയം പുറത്തിറക്കിയ ഭരണാധികാരിയുടെ പേര് എന്നൊക്കെ കണ്ടെത്താൻ പറ്റും. അടുത്ത് വീരരായൻ പണം. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലുള്ള നാണയമായിരുന്നു വീരരായൻ പണം എന്ന് പറയുന്നത്. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ രണ്ട് വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണ്ണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശികൾ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. പൊൻപണം എന്ന് വിളിച്ചിരുന്നത് വീരരായ പണത്തെയാണ്. 1667 മുതലാണ് ഈ പണം അച്ചടിച്ചത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണാമായിരുന്നു. ഇതാണ് വീരരായ പണം. അടുത്ത ചരിത്ര സ്മാരകങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തിക, സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്രോതസ്സുകളാണിവ. തളി ക്ഷേത്രം, മിഷ്കാൽ പള്ളി, ദേവമാതാ കത്തീഡ്രൽ, കടൽപ്പാലം. കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ്. കോഴിക്കോടാണ് തളി ക്ഷേത്രം, മിഷ്കാൽ പള്ളിയും ദേവമാതാ കത്തീഡ്രലും കടൽപ്പാലവും ഒക്കെ ഉള്ളത്. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്ന തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. രേവതി പട്ടത്താനം എന്ന് പറയുന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രമായിരുന്ന മിഷ്കാൽ പള്ളി കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ്. 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. 1513 ദേവമാതാ കത്തീഡ്രൽ സ്ഥാപിച്ചത്. കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിൻ്റെ തെളിവാണ്. ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ കാണാം. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലത്തിൻ്റെ ചരിത്രം നമ്മോട് പറയും. ചരിത്ര സ്മാരകങ്ങൾ. കരുമാടിക്കുട്ടൻ സ്മാരകം, ഇത് ആലപ്പുഴ ജില്ലയാണ്. ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലം. സിനഗോഗ് കൊച്ചി. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. ഈ ചരിത്ര സ്രോതസ്സുകൾ. ലഭ്യമായ ചരിത്രരചന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ
സ്രോതസ്സുകൾ. സാഹിത്യ സ്രോതസ്സുകളാണ്. ലഭ്യമായ ചരിത്ര രചനാ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ. വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യ കൃതികൾ ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിച്ചിട്ടുള്ളവയാണ്. കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചതു കൊണ്ടാണത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നുകൊണ്ടു വരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരിക്കുന്നത്. കോകില സന്ദേശത്തിലെ വരികളാണ്. 18-ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശകാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ചെഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ ആശയം ആണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് ഉദ്ദണ്ഡശാസ്ത്രികൾ രചിച്ചതാണ് കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശകാവ്യമാണ്. കോഴിക്കോടിനെ കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. സംഘ സാഹിത്യ കൃതികളാണ്. കേരളത്തിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതൊകൈ, നറ്റിണை തുടങ്ങിയവ പ്രധാന സംഘസാഹിത്യ കൃതികളാണ്. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതൊകൈ, നറ്റിണை. ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12 മുതൽ 15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ഈ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും നമുക്ക് വിവരണം നൽകുന്നു. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിൻ്റെ സാമൂഹിക ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കൃതിയാണ് 19-ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ എന്ന് പറയുന്നത്. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വെളിച്ചം വീശുന്ന എന്നതാണ് വടക്കൻ പാട്ടുകളിൽ പറയുന്നത്. ഇനി 12 മുതൽ 15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ നിലനിന്നിരുന്ന നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നു. സഞ്ചാരക്കുറിപ്പുകൾ. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതി പാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിലെത്തിക്കുന്ന ചരക്കുകളുടെ 40-ൽ 1 ഭാഗം ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നാണ് ഉള്ള വരികളാണ്. 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് വന്ന പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് പറയുന്ന വിവരണമാണിത്. പ്രാദേശിക ചരിത്ര രചനകളിൽ സുപ്രധാന പങ്കു വഹിക്കുന്നവയാണ് സഞ്ചാരക്കുറിപ്പുകൾ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളെ കുറിച്ചിട്ട് പറയാം. സഞ്ചാരിയും അവർ വന്ന ദേശം, രാജ്യം എന്നിവയാണ്. മെഗസ്തനീസ് ഗ്രീസുകാരനാണ്. സുലൈമാൻ, അബ്ദുൾ റസാഖ് എന്നിവർ പേർഷ്യക്കാരായിരുന്നു. മാർക്കോ പോളോ വെനീസിൽ നിന്ന് വന്ന ആളാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ സഞ്ചാരിയാണ്. നിക്കോളോ കോണ്ടി വെനീസ് സഞ്ചാരിയാണ്. മാഹ്വാൻ ചൈനയിൽ നിന്ന് വന്നതാണ്. ബാർബോസ പോർട്ടുഗൽ, മാഹ്വാൻ ചൈന, നിക്കോളോ കോണ്ടി വെനീസ്, ഇബ്നു ബത്തൂത്ത മൊറോക്കോ, മാർക്കോ പോളോ വെനീസ്, അബ്ദുൾ റസാഖ് സുലൈമാൻ എന്നിവർ പേർഷ്യ, മെഗസ്തനീസ് ഗ്രീസ്. അടുത്ത ആത്മകഥകളും ജീവചരിത്രങ്ങളും. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളിലാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും. ആത്മകഥ. തകഴിയുടെ ആത്മകഥയാണ് ഞാൻ ആദ്യമായി
ഒരുടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. കേമ്പിരി തുണികൊണ്ട് രണ്ടുടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ അന്നില്ല. നല്ല കഞ്ഞിപ്പശയുള്ള നീലം ചേർത്ത് മുണ്ടു പിഴിഞ്ഞുണക്കും. പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കിത്തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിനു ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. മുകളിൽ നൽകിയിരിക്കുന്നത് പോലെ ആത്മകഥകളും ജീവചരിത്രങ്ങളോ അത് എഴുതിയ പ്രദേശത്തിൻ്റെ അഥവാ കാലത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവയാണ്. അടുത്ത വർത്തമാന പത്രങ്ങൾ. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രമറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും. ഇന്ത്യയിൽ വിദേശാധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിലെ എല്ലാ വശങ്ങളെക്കുറിച്ചറിയാനും പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. പ്രാദേശിക ചരിത്ര രചനയിലേക്ക്. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മുഖ്യധാരാ ചരിത്ര രചനയ്ക്കാണ് സഹായമാകുന്നത്. പ്രാദേശിക ചരിത്ര രചനയ്ക്കായി നമ്മെ സഹായിക്കുന്ന മറ്റു ചില സ്രോതസ്സുകൾ ഇനി നമുക്ക് പരിചയപ്പെടാം. അത് എന്തൊക്കെയാണ്? പ്രാദേശിക നിരീക്ഷണമുണ്ട്, ഓർമ്മകൾ അഥവാ വാമൊഴി, പിന്നെ സ്ഥലനാമചരിത്രങ്ങൾ, കുടുംബചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആധാരങ്ങൾ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ. ഇനി ഓരോന്ന് നോക്കാം. പ്രാദേശിക നിരീക്ഷണം. പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മമായ പഠനമാണ്. ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മ വശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ട അത്യാവശ്യമാണ്. പ്രാദേശിക നിരീക്ഷണത്തിന് നടത്തേണ്ട അത്യാവശ്യം എന്തൊക്കെയാണ്? ആ പ്രദേശ സമൂഹം നിലനിന്നിരുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ ആണ്. അടുത്ത പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്രരചനയ്ക്ക് ആവശ്യമായ മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താം? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം. അടുത്ത ഓർമ്മകൾ അഥവാ വാമൊഴി. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. പ്രാദേശിക ചരിത്രരചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങി ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരങ്ങൾ അനിവാര്യമാണ്. ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ സഹായിക്കുന്നു. വാമൊഴി സ്രോതസ്സുകളെ മറ്റു സ്രോതസ്സുകളോടൊപ്പം ചേർത്തുവെച്ച് പരിശോധിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അത് സ്ഥലനാമ ചരിത്രം. കോയിൻ അഥവാ കൊട്ടാരം എന്നും കോട്ട എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് കോയിൽ കോട്ട എന്നായിരുന്നു കോഴിക്കോടിൻ്റെ പഴയ പേര്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറിയെന്നാണ് ചരിത്രകാരർ പറയുന്നത്. തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ ശ്രദ്ധിക്കൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകൾ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുടുംബചരിത്രം. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്രരചനയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്.
ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രാന്വേഷകന്റെ കടമയാണ്. അടുത്ത ഔദ്യോഗിക രേഖകൾ. ഉപ്പ് നിയമം ലംഘിച്ചു. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായ കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വോളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യസമര പതാക പോലീസിൽ നിന്ന് സംരക്ഷിക്കാൻ പി. കൃഷ്ണപിള്ളയും അബ്ദുറഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത്. തമിഴ്നാട് സ്റ്റേറ്റ് അച്ചീവ്സ് എഗ്മോർ. തമിഴ്നാട് പുരാരേഖ സമുച്ചയത്തിൽ ആർച്ചീവ്സ് സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വെളിച്ചം വീശുന്നു. പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകളാണ് താഴെ പറയുന്നത്. സെൻസസ് റിപ്പോർട്ട്, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് പരിഗണിക്കുന്നത്. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്രരചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തിവിവരങ്ങൾ, സ്വകാര്യ സ്വത്തുകൾ തുടങ്ങിയവയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. നാട്ടറിവുകൾ, പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ. പ്രാദേശിക ചരിത്രരചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സുകളാണ് നാട്ടറിവുകളും പാട്ടുകളും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ച് പാട്ടുകൾ നാടിന്റെ പ്രത്യേകത സൂചിപ്പിക്കുന്നു. കൂരൻ, ചോഴൻ, പഴവരി, കുറക്കൊങ്ങണം, വെണ്ണക്കണ്ണൻ, മോടൻ, കാടൻ, കുറുവ, കൊടിയൻ, പങ്കി, പൊങ്കാളി, ചെന്നൽ, ആനക്കോടൻ, കിളീറ, കനങ്ങാരിയൻ, വീരവിത്തൻ, കാണാം, മറ്റും പലവിധമുടൻ, നെല്ലു, കല്യാണകീർത്തെ, ഉണ്ണുനീലി സന്ദേശം. ഇതെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ്. ഈ വരികളിൽ ഏതെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ വരികളിൽ പറയുന്നത്? ഇതെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളുടെ പേരുകളാണ്. പുരാരേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമേ സ്മാരകങ്ങൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം സ്രോതസ്സുകളായി എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. പ്രദേശത്തിന്റെ സമഗ്ര ജീവിത ശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിന്റെ നേർ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം. മുകളിൽ പറയുന്ന സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് പ്രാദേശിക ചരിത്രരചന നടത്താനാകും. എന്തൊക്കെയാണ് പ്രാദേശിക ചരിത്രത്തിൽ രചനയ്ക്ക് വേണ്ടത്? ഭൂപ്രകൃതിയെക്കുറിച്ച് വേണം. ചരിത്ര സ്മാരകങ്ങൾ, പ്രദേശത്തിലെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം. പിന്നെ ഉപജീവനം, പ്രദേശത്തെ പ്രധാന കൃഷി, കൈത്തൊഴിൽ, വാണിജ്യ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ, വൈദ്യം എന്നിവയെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരിക്കണം. അതിജീവന മാതൃകകൾ എന്നാൽ പേമാരി, വരൾച്ച, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം ഉൾപ്പെടുത്തണം. സാംസ്കാരിക സ്ഥാപനങ്ങൾ, പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനശാലകൾ തുടങ്ങിയവ വിവരിക്കണം. ഭൂബന്ധങ്ങൾ, പ്രദേശത്തിലെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതിവിവരക്കണക്കുകൾ എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ദേശീയബോധം, പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും,
പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ രേഖപ്പെടുത്തണം. ഗ്രന്ഥസൂചി ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി എന്ന് പറയുന്നത്. ചരിത്രരചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത്. പഠനത്തിൻ്റെ അവസാന ഭാഗമാണ് ഗ്രന്ഥസൂചി നൽകുന്നത്. പ്രാദേശിക ചരിത്രരചന സംസ്കാരങ്ങളുടെ വീണ്ടെടുക്കലിന് നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു നൽകുക തുടങ്ങിയവ പ്രാദേശിക ചരിത്രരചനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.